ആദവ് അവളെ നോക്കി കാണുകയായിരുന്നു. കാണാനൊരു ദേവിയെപ്പോലെ തോന്നിപ്പിക്കുന്നവൾ. ആ കറുപ്പ് കളർ ഡ്രസ്സിൽ അവളുടെ ഭംഗി ജ്വലിച്ച് നിൽക്കുന്ന പോലെ തോന്നി അവന്. അവളുടെ വെളുത്ത ഉടലിന് അത്രയും ഭംഗിയായിരുന്നു അത്. ഒരു നിമിഷത്തിന് ശേഷം പെട്ടെന്ന് എന്തോർത്തു അവൻ വേഗം അവളെ നേരെ നിർത്തിക്കൊണ്ട് അവൾക്ക് നേരെ ചീറി. എവിടെ നോക്കിയാടി പുല്ല നടക്കുന്നത്? ആദ്യമേ കെട്ടിക്കാണ്ടി ഇത്തിരി സ്പീഡിൽ നീ പോകുന്നു. അവന്റെ ചീറിൽ ആമിരുവേള പേടിച്ച് കിടുങ്ങിപ്പോയി. നിന്റെ വായിലെന്താടി നാക്കില്ലേ? അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. ആരൊക്കെയോ തന്നെ നോക്കി അടക്കം പറയുന്ന കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട് പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവൻ തിരിഞ്ഞടന്നു. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് വേഗം നീതുവിൻ്റെ അടുത്തേക്ക് പോയി. സോറി കളിയാ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാനല്ല ഞാൻ അവളെ നേടുന്നു, എനിക്ക് മാത്രം ആസ്വദിക്കാനാണ്. ആദ്യം ക്യാബിനിലേക്ക് നടക്കുമ്പോഴാണ് ആ വാക്കുകൾ അവൻ്റെ കാതിൽ പതിഞ്ഞത്. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഫോണിൽ സംസാരിക്കാനാണ് കണ്ടത്. അത് വേറെ ആരുമില്ല, ആരും. എങ്ങനെയെങ്കിലും ആദ്യം എൻ്റെ മോഹം നടക്കട്ടെ, പിന്നെ ആലോചിക്കാം നിങ്ങൾക്ക് തരണോ വേണ്ടയോ എന്ന്. നാള് കുറച്ചധികമായി ഞാൻ അപ്സരസിനെ മോഹിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അഭിനയം കണ്ട് അവൾ കരുതിയിരിക്കുന്ന എനിക്ക് അവളോട് പ്രണയമാണെന്നാ. പാവം, അവളുടെ ഉള്ളിൽ ഇപ്പോൾ എന്നോടുള്ള പ്രണയമുണ്ട്. അത് മതി എനിക്ക് പിടിച്ച് കയറാൻ. അവൻ ആരെയോ നോക്കി വല്ലാത്തൊരു ഭാവത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അത് കണ്ട് അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി. അവിടെ നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖം മുറുകി. ശേഷം അവൻ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൻ ക്യാബിനിലേക്ക് കയറിപ്പോയി. ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരുന്നവനെ കണ്ട് അലോഷി അമ്പരം നോക്കി. അകത്തേക്ക് വന്ന് റിവോൾവിംഗ് ചെയറിൽ ഇരുന്നു. എന്താടാ, എന്തു പറ്റി? അലോഷി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. അവൻ്റെ ഉള്ളിലൂടെ കുറച്ച് മുന്നേ കേട്ട കാര്യങ്ങൾ ഓടുകയായിരുന്നു. നാള് കുറച്ചധികമായി ഞാൻ അപ്സരസിനെ മോഹിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അഭിനയം കണ്ട് അവൾ കരുതിയിരിക്കുന്ന എനിക്ക് അവളോട് പ്രണയമാണെന്നാണ്. പാവം, അവളുടെ ഉള്ളിൽ ഇപ്പോൾ എന്നോടുള്ള പ്രണയമുണ്ട്. അത് മതി എനിക്ക് പിടിച്ച് കയറാൻ. അതൊക്കെ ഒന്നുകൂടെ അവർ റിവൈൻഡ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി ഇതൊരു ട്രാപ്പാണെന്ന്. ഡാ പുല്ലേ, നിന്നോട് ഞാൻ അവിടെ കിടന്ന് കാർന്ന്. ആദം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട്. അലോഷി ദേഷ്യത്തിൽ ഇത്തിരി ഉച്ചത്തിൽ ചോദിച്ചു. നിനക്ക് എന്താടാ വേണ്ടേ? അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്ന്. അത് കേട്ടാൽ കുറച്ച് നിമിഷങ്ങളൊന്നും മിണ്ടിയില്ല. ശേഷം അലോഷിയോടെ എല്ലാം തുറന്നു പറഞ്ഞു. ആ നായിൻ്റെ മുന്നിൽ രണ്ടെണ്ണം പൊട്ടിച്ച് സത്യം പറയിപ്പിച്ചാലോ? അലോഷി ദേഷ്യത്തിൽ ചോദിച്ചു. എന്തിന്? അല്ലെങ്കിൽ ആ കുട്ടിയെ ചീറ്റിയില്ലേ? അതൊന്നും വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. ഡാ, ഒരു പെൺകുട്ടി ചതിക്കപ്പെടാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ രക്ഷിക്കലേ വേണ്ടത്. എനിക്കൊണ്ടൊരു പെങ്ങള്, നീ വന്നേ. പിന്നെയും അടിച്ചു നിൽക്കുന്ന ആദമിനെയും വലിച്ചുകൊണ്ട് അലോഷി പുറത്തേക്ക് നടന്നു. രണ്ടുപേരും പുറത്തേക്ക് വരുമ്പോൾ ആരോ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആമിയെ ഒഴിയുന്ന തിരക്കിലായിരുന്നു. അത് കണ്ട് ആദം പല്ല് കടിച്ചുകൊണ്ട് അലോഷിയെ നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ ആമിയിലായിരുന്നു. വാ, അടിപൊളി. എന്താ? ആദം പുരികം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ലടാ, എന്തൊരു ഭംഗിയായ കുട്ടി, ഷീസ് ബ്യൂട്ടിഫുൾ. അലോഷിയുടെ വാക്കുകൾ കേട്ട് എന്തുകൊണ്ടോ അവൻ അസ്വസ്ഥത തോന്നി. നീ അവളെ വർണ്ണിക്കാനാണോ കോപ്പയെ വന്ന്? അയ്യോ, ഞാനത് മറന്നു, നീ വാ. അലോഷി ആരോവിൻ്റെ അടുത്തേക്ക് നടന്നു. എക്സ്ക്യൂസ് മീ. സൗണ്ട് കേട്ട് ആരോ സൈഡിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്നവരെ കണ്ട് അവൻ സംശയത്തോടെ നോക്കി. എന്താ തൻ്റെ പേര്? അത് ചോദിക്കാൻ നിങ്ങളാരാ? ആരോ തിരിച്ച് ദേഷ്യത്തിൽ അവരോട് ചോദിച്ചു. അത് കേട്ട് അലോഷി ഒരു പുച്ഛത്തോടെ അവൻ്റെ അടുത്തേക്ക് ഒന്നുകൊണ്ട് പതിയെ പറഞ്ഞു. മോൻ കുറേ നേരമായല്ലോ ആ കൊച്ചിനെ നോക്കി വെള്ളർക്കാൻ തുടങ്ങിയിട്ട്. അല്പാകിൽ നിൽക്കുന്ന ആമിയെ നോക്കി അലോഷി അത് പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ട് ആരോ ഒന്ന് പതിരെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ നോക്കിയത് എൻ്റെ പെണ്ണിനെയാ, അതിന് നിനക്കൊക്കെ എന്താടാ? നിന്റെ പെണ്ണോ? പനം മോനെ, കാണാൻ കൊള്ളാവുന്ന പെണ്ണിനെ കാണുമ്പോൾ നിനക്കൊക്കെ എന്താണ് ഇത്ര കഴപ്പ്? അലോഷി ദേഷ്യത്തിൽ ആരവിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. നീയൊക്കെ ഏതാടാ? ഞാൻ അവളെ നോക്കിയ നിനക്കൊക്കെ എന്താ ഇത്ര പൊള്ളാൻ? നിന്റെ പെങ്ങളൊന്നാലോ? അതെ, അവളെൻ്റെ പെങ്ങൾ തന്നെയാ. മാത്രമല്ല ദേ ഈ നിൽക്കുന്ന ഇവൻ സ്നേഹിക്കുന്നവൻ്റെ പെണ്ണാവള്. അലോഷിയുടെ വാക്കിൽ കേട്ട് ആദമൊന്ന് ഞെട്ടി. ശേഷം അവനെ നോക്കി പല്ല് കടിച്ചു. അതുകൊണ്ട് അവൻ കണ്ണിറുക്കി കാണിച്ചു. എന്നാൽ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആരോ. അത് കണ്ട് അലോഷി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഇനി നിന്റെ ആ വൃത്തികെട്ട കണ്ണുകൊണ്ട് അവളെയോ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെയോ വേണ്ടാത്ത രീതിയിൽ നോക്കിയാ പൊന്നു മോനെ, ഈ രീതിയിലായിരിക്കില്ല ഞങ്ങളുടെ പെരുമാറ്റം. ആദം പറഞ്ഞവൻ ആദമിനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആദം ആരവിനെ ചെറിഞ്ഞു നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി. എന്നാൽ ആരോ കുറച്ചു മുമ്പേ കേട്ടതിന് ഞെട്ടലായിരുന്നു. ആദമിൻ്റെ മുഖവും അലോഷിയുടെ വാക്കുകളും മനസ്സിൽ കടന്നു വന്നുകൊണ്ടിരുന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ആരവൊന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ എനിക്കറിയാം. ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ വാങ്ങിയ ഡ്രസ്സുകളൊക്കെ ബില്ല് ചെയ്ത് അവരെയും കൊണ്ട് അവിടുന്ന് പോയി. ഇതൊക്കെ തന്നെ ക്യാബിൽ നിന്ന് അവൻ കാണുന്നുണ്ടായിരുന്നു. നീതുവിനോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടുവന്ന ആമി അവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അതൊക്കെ അലോഷി ഒരു ചിരിയോടെ നോക്കി നിന്നു.
ആരോ തൻ്റെ ഫ്രണ്ട്സിനോട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് അവർ പരസ്പരം നോക്കി. എന്നിട്ട് സാഗർ ചോദിച്ചു, ഏതാവൻ നിനക്കറിയില്ലേ? ഏതും ആണോ എന്തോ, എനിക്കറിയില്ല അവന്മാരെ. ഞാൻ ആദ്യമായിട്ട് കാണുമോ? നീ ഇനി എന്ത് ചെയ്യാൻ പോവാ? ദിനേശ് ചോദിച്ചു. ഇതിലൊന്നും ഭയക്കുന്നവനല്ല ഈ ആരോ. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും, നടത്തിയിരിക്കും. പിന്നെ ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേഷ്യത്തിൽ അതും പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന മദ്യക്കുപ്പി പൊട്ടിച്ച് വായിലേക്ക് അമഴ്ത്തി. നീ എന്ത് ചെയ്യാൻ പോവാടാ? അവൻ്റെ സംസാരമൊക്കെ ജിബിനൊരു സംശയത്തോടെ ചോദിച്ചു. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ വിവാഹം കഴിക്കണം. കല്യാണം? അതൊക്കെ നടക്കൂടാ? നടക്കും, അല്ലെങ്കിൽ ഞാൻ നടത്തും. അവളെ കെട്ടിയേണ്ടതാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു മക്കളവിടെ പുറകെ വരില്ല. അല്ലളിയ, അവളെ കെട്ടണമെന്നൊരാഗ്രഹം നീ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നല്? സാഗർ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ പറഞ്ഞു. ആരോ ഒരു വഷളം ചിരിയോടെ പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടൊന്നും എനിക്ക് അവളിലുള്ള മോഹം തീരില്ലടാ. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നും ആ സർപ്പ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കാം. അതൊക്കെ ഓക്കെ, പക്ഷെ ഞാൻ രാവിലെ പറഞ്ഞ നീ മറക്കണ്ട. ജിബിൻ പറയുന്നതായിട്ട് ചിരിയോട് ആരോ പറഞ്ഞു. ഒന്നടങ്ങടാ, കുറച്ച് നാൾ ഞാൻ അവളെ നന്നായിട്ടൊന്ന് അറിയട്ടെ, എന്നിട്ട് നിങ്ങൾക്കും അറിയാം. അതുപോലെ ആ അത് മതി. അവൻ പറയുന്നിട്ട് ബാക്കിയുള്ളവർ വല്ലാത്തൊരു ഭാഗത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ആമിക്ക് നീതുവിനും പുതിയ കോളേജിൽ പോയി തുടങ്ങേണ്ടത് ഇന്നാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ് ഇരുവരും. ആമി രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു പോകാൻ റെഡിയായി കഴിഞ്ഞു. പോകുന്നതിന് മുന്നേ അവൾ അമ്പലത്തിൽ പോയി വന്നു. ആഹാരവും കഴിച്ച് ഇത്തിരി നേരം കഴിയുന്ന നീതു വന്നിരുന്നു. പോയിട്ട് വരാമേ. ശരി മക്കളെ, പോയിട്ട് വാ. അമ്മയോട് അനുവാദം വാങ്ങി അവർ കോളേജിലേക്ക് പുറപ്പെട്ടു. ആരവിനെ കൊണ്ടുവിടാൻ കഴിയാത്തതുകൊണ്ട് ബസ്സിലാണ് അവർ പോയത്. ആദ്യമായി പോകുന്നതുകൊണ്ട് അതിൻ്റെ പേടിയിലായിരുന്നു ഇരുവരും. കോളേജിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു വലിയ വലിയ കെട്ടിടങ്ങൾ. ഒരുപാട് കുട്ടികൾ അവിടെ അവിടെയായി പരസ്പരം സംസാരിച്ച് നിൽപ്പുണ്ട്. ഒരുവിധം ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ച് അവർ അകത്തേക്ക് കയറിയിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ 1-2 ഫ്രണ്ട്സിനെ അവർ കിട്ടിയിരുന്നു. ആര്യ, അഭിരാമി, ഇരുവരും നമ്മുടെ പിള്ളേരുടെ അടുത്ത സീറ്റിൽ തന്നെ ഇരുന്നു. ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ് കഴിഞ്ഞ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ട് അവർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് നടക്കുകയാണ് ആമിയും നന്ദുവും. ദേ ഏട്ടൻ. മുന്നോട്ട് നോക്കി നീതു കണ്ടു തങ്ങളെ കാത്തു നിൽക്കുന്ന ഏട്ടനെ. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൻ. അൽപ്പകലിൽ നിന്ന് നടന്നു വരുന്ന ആമിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവനവിടെ കണ്ട് സന്തോഷിച്ചു. ഏട്ടൻ വരില്ലെന്ന് പറഞ്ഞിട്ട് നീതു നടന്നവൻ്റെ അടുത്തെത്തിയും ചോദിച്ചു. വരാൻ പറ്റുമെന്ന് കരുതല്ല, നിങ്ങൾ കയറി. അവനത് പറഞ്ഞു. ഇരുവരും കാറിൽ കയറി. അവർ കയറിയതും ആരോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവനത് കണ്ടത്. കുറച്ച് മാറി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ നിന്ന് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അവനെ, ആദമിനെ. പെട്ടെന്ന് അവനവിടെ കണ്ട് ആരോ ഞെട്ടി. അവൻ എങ്ങനെ അവിടെ നിന്ന് അവൻ ആലോചിച്ചു. ശേഷം അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കാറിൽ കയറിപ്പോയി. എന്നാൽ മുകളിൽ നിന്ന് ആരവിൻ്റെയും അവൻ്റെ മുഖഭാവമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആദമിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണിൽ ക്രൂരത നിറഞ്ഞു. അപ്പോൾ അവനിൽ നിറഞ്ഞെന്ന് എല്ലാവരും ഭയക്കുന്ന അവൻ്റെ ചെകുത്താൻ ഭാവമായിരുന്നു. രാത്രി ആദമിൻ്റെ റൂമിലേക്ക് വന്ന അലോഷി കാണുന്നു ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് ആഞ്ഞു വലിക്കുന്ന അവനെയാണ്. അലോഷി നേരെ അവൻ്റെ അടുത്തേക്ക് പോയി. നീ എന്താണ് തീവണ്ടിയോ ഇങ്ങനെ പോച്ചെള്ളാൻ? അവൻ്റെ അടുത്തേക്ക് പോയി സിഗരറ്റ് മുഖ കൈകൊണ്ട് തട്ടി മാറ്റി അവനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. ആദം അത് കേൾക്കാത്ത പോലെ നിന്നു. കുറച്ചേറെ ഇരുവരൊന്നും മിണ്ടിയില്ല. അവൾ നമ്മുടെ കോളേജിലാണ്. ഏറെ നേരത്തിന് ആദം പറയുന്ന കേട്ട് അലോഷി സംശയത്താൽ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഏതവള്? നിന്റെ പെങ്ങളെ. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അലോഷിക്ക് രാവിലെ നടന്ന കാര്യം ഓർമ്മയിൽ വന്ന്. അലോഷി ആവേശത്തോടെ ചോദിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. അവൾ എൻ്റെ പെങ്ങൾ മാത്രമല്ലല്ലോ, നിന്റെ പെണ്ണുകൂടെയല്ലേ? അവനെ നോക്കി അലോഷി ഇടങ്ങനായിട്ട് പറഞ്ഞു. ആദവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. നീ അല്ലടാ പുല്ല വേണ്ടാതിനും പറഞ്ഞ്. അവളെൻ്റെ പെണ്ണാണ് പോലും. അതിനെന്താളിയാ, അവള് നല്ല കുട്ടിയല്ലേ? നീ എന്തറിഞ്ഞിട്ടാ ജോഷി പറയുന്നേ? ആദവൻ്റെ ഷർട്ടിൽ നിന്ന് കൈയെടുത്തോണ്ട് ചോദിച്ചു. അലോഷി അവനെ സംശയത്തോടെ നോക്കി. അതുകൊണ്ട് അവനൊരു വല്ലായ്മയോടെ പറഞ്ഞു. അവള് കുഞ്ഞാടാ, ജസ്റ്റ് 18. അതിനെന്താടാ? എനിക്ക് എത്ര ഏജായടാ കോപ്പേ? നിനക്ക് 33. നിങ്ങൾ തമ്മിൽ 15 വയസ്സിന് ഡിഫറൻസ് അല്ലേ ഉള്ളൂ? അലോഷി കൂളായി പറഞ്ഞു. അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പോടാ വൈ. മോളുടെ പ്രായമുള്ള അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതുകൊള്ളാലോ, 33 വയസ്സായി നിനക്ക് 18 വയസ്സുള്ള മോളോ? ജോഷി വേണ്ട. അവനൊരു വാണിംഗ് പോലെ പറഞ്ഞു. അലോഷി പറഞ്ഞു. ശരി, എങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം, പോരെ? അതിനവനൊന്ന് മൂളിയതേ ഉള്ളൂ. അതിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അതിനവൻ എന്തെങ്കിലും ചെയ്യുമോ എന്തോ. അത് കേട്ട് അവൻ്റെ നെഞ്ചിന്ന് പിടഞ്ഞു. എന്തായാലും അതിൻ്റെ വിധി പോലെ വരട്ടെ. അതും പറഞ്ഞ ആദമിനെ നോക്കിക്കൊണ്ട് അലോഷി റൂമിൽ നിന്ന് പോയി.
എന്നാൽ അവൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആദം. പിറ്റേന്ന് ആമി പോയതിനു ശേഷം തൻ്റെ തൊഴിലായ തയ്യലായിരുന്നു നിർമ്മല. പുറത്ത് കോളിംഗ് ബെല്ല് മുഴങ്ങിയതും അവർ പോയി ഡോറ് തുറന്നു. പുറത്ത് നിൽക്കുന്നവരെ കണ്ട് അവരൊന്ന് പുഞ്ചിരിച്ചു. ശ്രീനിവാസിൻ്റെ അനിയത്തി രജനിയായിരുന്നു വന്നത്. ഏടത്തി ഡോറ് തുറന്നു വന്ന് നിർമ്മലയെ കണ്ടതും സ്നേഹം വാരി വിതറിക്കൊണ്ട് രജനി അവരുടെ അടുത്തേക്കായി പോയി. അല്ല, ആരിത്? അകത്തേക്ക് വാ. നിർമ്മല സ്നേഹത്തോടെ വിളിച്ചും അവർ അകത്തേക്ക് കയറി. എന്തേ ഇങ്ങോട്ടൊക്കെ? അതെന്ത് ചോദ്യം ഏടത്തി? എനിക്ക് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലേ? ആരും തരുന്നില്ല. കയ്യിലുണ്ടായിരുന്നൊക്കെ കൂടി കൂട്ടി 35 പവനാക്കി. ഇനിയും വേണ്ട 15. അതും പറഞ്ഞ് അവരെഴുന്നേറ്റ് നിർമ്മലയുടെ അടുത്തേക്ക് വന്നു. ചേച്ചി മനസ്സ് വെച്ചാൽ എൻ്റെ മോളുടെ വിവാഹം നടക്കും. അവർ പറയുന്നത് കേട്ട് നിർമ്മല സംശയത്തോടെ ചോദിച്ചു. ഞാൻ വിചാരിച്ചാലോ? എങ്ങനെ? അത് പിന്നെ ഈ വീടും സ്ഥലവും പണയം വെച്ച് ആ പൈസ എന്നാൽ ബാക്കി സ്വർണ്ണം എടുക്കാം. രജനി പറയുന്നത് കേട്ട് നിർമ്മല ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. രജനി വന്നിട്ട് പോയതിനു ശേഷം എന്താ ചെയ്യേണ്ടെന്നൊരു എത്തുംപിടിയില്ലാതിരിക്കുകയാണ് നിർമ്മല. അവരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ തൻ്റെ മകൾക്കായി തൻ്റെ കയ്യിലുള്ള അവസാന സമ്പാദ്യമാണിത്. ഇതും കൂടെ കളഞ്ഞാൽ. നിമി ചേച്ചി പുറത്തുനിന്നൊരു വിളി കേട്ട് നിർമ്മല എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. തൊട്ടടുത്ത വീട്ടിലെ രാഗിണിയായിരുന്നു. എന്താ രാഗി? ചേച്ചി ഈ ചുരിദാറും തയ്ക്കണം. അത്യാവശ്യമുള്ളതാണോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി, ചേച്ചിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി. അതും പറഞ്ഞ് അവർ കവർ നിർമ്മലയുടെ കയ്യിൽ കൊടുത്തു. ആമിക്കുട്ടി പോയോ? ആ പോയി. ആ സ്ത്രീ എന്തിനെ രാവിലെ വന്ന്? രാഗി ആരെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായതും അവരൊന്ന് പതറി. അതവർ ശ്രദ്ധിക്കുകയും ചെയ്തു. മോളുടെ കല്യാണക്കായി അത് പറയാൻ വന്നാ. അവർ തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കല്യാണം പറയാൻ വന്നോ അതോ കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും തരണമെന്ന് പറയാൻ വന്നോ? അത് കേട്ട് നിർമ്മലയുടെ മുഖം പാടിയതല്ല അതൊന്നും പറഞ്ഞില്ല. ചേച്ചിയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. നിർമ്മല രജനി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹോ, എൻ്റെ ചേച്ചി ഇത്ര പാവായി പോയല്ലോ. ഇന്നിവിടെ വന്ന് കാണിച്ചൊക്കെ അഭിനയായിരിക്കും. ചേച്ചിയെ പറ്റിച്ച് കാശ് വാങ്ങി മോളെ നന്നായിട്ട് കെട്ടിച്ചു വിടാൻ. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. രാഗി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. നിമ്മി തിരിച്ചൊന്നും പറഞ്ഞില്ല. അല്ല, ചേച്ചി ഇപ്പം എന്ത് ചെയ്യാൻ പോവാ? എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ. അത് കേട്ട് അവർ താടിക്ക് കൈ കൊടുത്ത് നിന്നു. ഞാനൊരു കാര്യം പറയാം. എന്ത് ചെയ്താലും ആമിയോളുടെ കാര്യം കൂടെ ഒന്ന് ഓർക്കണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. രാഗി പറയുന്ന കേട്ട് നിർമ്മല തലയാട്ടി. അവർ പറഞ്ഞ പോലെ വീടും പ്രമാണവും പണയം വെക്കാൻ തന്നെയാണോ ചേച്ചിയുടെ തീരുമാനം? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവർ സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ട് രാഗി കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു. എന്നാൽ ബാങ്കിൽ നിന്ന് വെക്കണ്ട. എനിക്ക് പരിചയമുള്ള പണം പലിശ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അതൊന്നും നോക്കിയാലോ? അതാകുമ്പോൾ അവർ കുറച്ച് സാവകാശമൊക്കെ തരും. ചേച്ചി എന്തു പറയുന്നു? അതെവിടെയാ? എൻ്റെ ചേട്ടൻ്റെ അനിയൻ വീട് വെക്കാൻ അവിടെ നിന്നാണ് പണം വാങ്ങിയത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ചേച്ചി ഞാൻ കൊണ്ടുപോകാം. അവിടെ ആകുമ്പോൾ ബാങ്ക് പോലെ സമയത്ത് അടക്കാൻ പറ്റില്ലെങ്കിൽ പേടി വേണ്ട. രാഗി പറയുന്നിട്ട് അവരിത്തിരി നേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു. എന്നാൽ അത് മതി രാഗി, നമുക്ക് നാളെ പോവാം. ഇന്നിനിപ്പോൾ മോള് വരാൻ നേരമായി. എന്നാൽ ശരി ചേച്ചി, അങ്ങനെ ആയിക്കോട്ടെ. അതും പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു. രാഗി നിർമ്മല അവരെ പുറകെ നിന്ന് വിളിച്ചു. അവർ ഉള്ളിയിട്ട് തിരിഞ്ഞു നോക്കി. മോൾ ഇത് അറിയണ്ട കേട്ടോ. ശരി ചേച്ചി, ഞാൻ പറയില്ല. അതും പറഞ്ഞ് അവർ നടന്നുപോയി. നിർമ്മല ദീർഘനിശ്വാസത്തോടെ അകത്തേക്ക് കയറി.